തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയ മുന്നേറ്റം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നും മേപ്പോട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ കുതിപ്പെന്നും വ്യക്തമാക്കുന്ന തരത്തിൽ പാർട്ടിയുടെ ചുണക്കുട്ടികൾ വീണ്ടും വിജയം നേടിയിരിക്കുന്നു. ഇത് ചെറിയ വിജയമല്ല. CPM കുത്തകയാക്കി വെച്ചിരുന്ന ബാർ അസോസിയേഷനാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത്. നിയമയുദ്ധങ്ങൾക്ക് പേര് കേട്ട തലസ്ഥാന നഗരം ഇനി കോൺഗ്രസ് നിയന്ത്രിക്കും. അതായത് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ലോയേഴ്സ് കോൺഗ്രസിന് അതിഗംഭീരമായ വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. തലസ്ഥാന നഗരത്തിലെ നിയമജ്ഞരുടെ ഭരണസാരഥ്യം ഇനി കോൺഗ്രസ് നിയന്ത്രിക്കും. ഇത് ചെറിയ കാര്യമല്ല. CPM എത്രയോ വർഷം കയ്യിൽ വെച്ച് അമ്മാനമാടിയ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോയേഴ്സ് കോൺഗ്രസ് ഈ ജയം സ്വന്തമാക്കുന്നത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റായി G. ഗോപിദാസ് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി, 2 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവ നേടിയ ലോയേഴ്സ് കോൺഗ്രസ് മിന്നും വിജയമാണ് കാഴ്ചവെച്ചത്. ഇടതുപക്ഷ സംഘടനയിൽ നിന്ന് വിഘടിച്ച് സ്വതന്ത്ര സംഘടനയുടെ പാനലിൽ മത്സരിച്ച വള്ളക്കടവ് G. മുരളീധരനാണ് ബാർ അസോസിയേഷൻ സെക്രട്ടറി ആയിരിക്കുന്നത്. CPM നേതൃത്വം നൽകുന്ന ILU-വിന് ഒരു ജനറൽ സീറ്റ് പോലും നേടാനായില്ല എന്നത് CPM-ന്റെ കയ്യിൽ നിന്നും തലസ്ഥാന നഗരം കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ നേർക്കാഴ്ചയാണ്. ഇടതുപക്ഷത്തിന്റെ ആശ്വാസ ജയം CPI നേതൃത്വം നൽകുന്ന IAL മത്സരിച്ച വൈസ് പ്രസിഡന്റ് മാത്രമാണ്. 3 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ മാത്രമാണ് ILU-വിന് നേടാനായത്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോയേഴ്സ് കോൺഗ്രസ് ഈ മിന്നും ജയം സ്വന്തമാക്കുന്നത്. സത്യത്തിൽ ഇത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. ഏതു നേതാവ് എന്തായാലും നമ്മൾക്ക് CPM-നോടുള്ള ആത്മബന്ധമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നൊരു വലിയ ഘടകമായിരുന്നു ഇതുവരെ CPM-നെയും കമ്മ്യൂണിസത്തെയും നയിച്ചത്. എന്നാൽ ഇപ്പോൾ എല്ലാം പോയി. പിണറായി വിജയൻ എന്ന നേതാവ് CPM-നെ ഒരു കച്ചവട കമ്പനിയായി മാറ്റിയതിനു ശേഷം ഈ പാർട്ടിക്ക് വേണ്ടി ഇനി നമ്മളെ കിട്ടില്ല എന്നുള്ള തീരുമാനം ഒരു CPM-കാരന്റെയും ഭാഗത്ത് നിന്ന്, ഓരോ CPM-കാരന്റെയും ഭാഗത്തു നിന്ന് വന്നു തുടങ്ങി. അതാണ് ആദ്യം തലസ്ഥാന കോർപ്പറേഷനും ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ നിയന്ത്രിക്കുന്ന ബാർ അസോസിയേഷനും അവർക്ക് നഷ്ടമായത്. ഇനി ഓരോന്നോരോന്നായി കാലിനടിയിലെ മണ്ണെല്ലാം ഒലിച്ചു പോകും എന്നുള്ളത് അവർ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. തട്ടിപ്പ് നിത്യജോലിയാക്കിയ മുഖ്യമന്ത്രി അതെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ BJP കീഴ്പ്പെടുകയാണ്. അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും 1-2 ദിവസങ്ങൾക്കുള്ളിൽ കാണാൻ പോകുന്നത്. അത് എന്തുമായിക്കൊള്ളട്ടെ, തലസ്ഥാന നഗരത്തിലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ വിജയം സത്യത്തിൽ 100 ഇരട്ടി ആവേശവും ആത്മവിശ്വാസവും നൽകുന്നതാണ് കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.